ഒരു ക്രിമിനൽ ആയിരുന്നല്ലോ അധ്യക്ഷ സ്ഥാനത്ത് എന്നുള്ളത് അയാളെ പാർട്ടി തന്നെ പുറത്താക്കി മാറ്റി നിർത്തിക്കൊണ്ട് പ്രൂവ് ചെയ്ത സാഹചര്യത്തിൽ അയാളുടെ കൂടെയുള്ള അണികളുടെ ഒരു നിലവാരം എന്താകും എന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ് എന്തായാലും ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. കാരണങ്ങൾ പലതും നിരത്തുമെങ്കിലും അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പല കാര്യങ്ങൾ വാദങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കും എങ്കിലും ഇവിടെയുള്ള ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന നിലവിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആയി തുടരുന്ന വ്യക്തിക്കെതിരെ വന്ന വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തലുകൾ സംപ്രേഷണം ചെയ്യുക എന്നത് മാധ്യമങ്ങൾ എല്ലാവരും ചെയ്ത ജോലിയാണ്. എന്നാൽ റിപ്പോർട്ടർ എന്ന ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്ത അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്ത ശബ്ദരേഖ അയാളുടെ പുറത്താകലിലേക്ക് നയിച്ചു. അതുകൊണ്ട് റിപ്പോർട്ടർ എന്ന മാധ്യമ സ്ഥാപനം എന്തോ അജണ്ട വെച്ച് പെരുമാറി എന്ന രീതിയിൽ ഇവിടേക്ക് മാത്രം പിൻപോയിന്റ് ചെയ്യാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു സാറേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടറാണ് ഇവരെല്ലാവരും കാണുന്നത്, കോൺഗ്രസ്സുകാർ മുഴുവൻ കാണുന്നത് റിപ്പോർട്ടറാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനലും റിപ്പോർട്ടറാണ്. അതുകൊണ്ടാണല്ലോ റിപ്പോർട്ടറിൽ വരുന്ന ഒരു വാർത്ത ഇത്രത്തോളം അവർ ഭയക്കുകയും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലേക്കും ഇല്ലാത്ത ആക്രമണം റിപ്പോർട്ടറിന്റെ തൃശൂർ ബ്യൂറോയിലേക്ക് നടത്തുകയും ചെയ്തത്. അതിൽ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് നമ്മളെ അംഗീകരിക്കുകയാണ്. റിപ്പോർട്ടറിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കരിയറിന് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു വന്ന കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ജനമറിയും, ജനം വിശ്വസിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും ആധി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ ഇതേ രീതിയിൽ ഇവർ പെരുമാറണമല്ലോ.